കൃത്യമായി നിസ്കാരം നിർവഹിക്കണം. അതിന്റെ പുറമേ മുഅ്മിനീങ്ങൾക്കൊരു സംഗതി കൂടിയുണ്ട്. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ. നല്ല കാര്യം കൽപ്പിക്കുന്നവരാകണം, ചീത്ത കാര്യം വിരോധിക്കുന്നവരാകണം, നിഷിദ്ധമായ കാര്യം വിരോധിക്കുന്നവരാകണം. എന്തിനാ മുസ്ലിയാർ സ്റ്റേജിൽ കയറി തബ്ലീഗ് ജമാഅത്തിനെ കുറ്റം പറയുന്നു? അവരാരെയും കുറ്റം പറയുന്നില്ലല്ലോ. അത് തന്നെയാണ് അവർക്കുള്ള കുഴപ്പം. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി. സ്വർഗത്തിൽ കിടക്കുന്ന മുഅ്മിനാകണോ? നല്ല കാര്യം ശരിക്ക് തുറന്ന് പറയണം. വന്നഹൂന അനിൽ മുൻകരി. തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വിരോധിക്കണം. ഇല്ലെങ്കിലോ യഥാർത്ഥ മുഅ്മിനാകൂല. അല്ലാഹ്ക്ക് ശരീരം വിറ്റവനാകൂല, സ്വർഗത്തിന് പകരം വിറ്റവനാകൂല. ഇത് ഖുർആനാണ്. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി. മുസ്ലിമീങ്ങളെ ജുമാ മുജാഹിദ് ബാത്തിലാക്കുമ്പോ, ജമാഅത്തെ ഇസ്ലാമിക്കാര് ബാത്തിലാക്കുമ്പോ അതിനെതിരെ ഒറ്റ അക്ഷരം പറയാതെ അങ്ങനൊരു ഇസ്ലാമില്ല. 20 റക്അത്ത് തറാവീഹ് 4 മദ്ഹബും പഠിപ്പിക്കുമ്പോ, നബിതങ്ങളെ സഹാബത്ത് മുഴുവനും അത് നിസ്കരിക്കുമ്പോ അതിനെ വെട്ടി നുറുക്കുമ്പോൾ മിണ്ടാതിരിക്കുക, അങ്ങനെ ഒരു ഇസ്ലാമില്ല. 3 തലാഖ് ചൊല്ലിയ പെണ്ണിനെ അതാ ഒറ്റ തലാഖാണെന്ന് പറഞ്ഞ് തിരിച്ചെടുത്തിട്ട് പച്ച ഹറാബ് ചെയ്യുമ്പോൾ അതിനെതിരെ മിണ്ടാതിരുന്നുകൊണ്ട് ഒരു ഇസ്ലാമില്ല. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടക്കം. ആരാ മാലിക് ഇമാം? ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്, ശാഫി ഇമാമിന്റെ ഉസ്താദാണ്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഉസ്താദാണ്. അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഹദീസ് പണ്ഡിതന്മാരുടെയും ഗുരുവര്യരാണ്. ഇമാം മുസ്ലിം ആകട്ടെ, അബൂദാവൂദ് ആകട്ടെ, തിർമിദി ആകട്ടെ, ഇബ്നു മാജ ആകട്ടെ, അതേ നസായി ആകട്ടെ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാകട്ടെ, എല്ലാവരെയും ഗുരുവര്യരാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം തങ്ങൾ റസൂലുള്ളാഹിന്റെ റൗളാ ശരീഫിന്റെ അടുക്കൽ ചെന്നിട്ട് റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞു നിന്ന് റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് തേടാൻ ഖുർആനിലെ ആയത്ത് ഓതി പറയുമ്പോൾ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുന്ന പച്ച ശിർക്കാണെന്ന് തബ്ലീഗ് ജമാഅത്തുകാരൻ പച്ച മലയാളത്തിൽ എഴുതി വെക്കുമ്പോ ഇമാമിങ്ങളെ ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണെന്ന് പറയുന്ന ആ രോഗം കടുത്ത രോഗമാണ്. ഖിയാമത്ത് നാളിൽ നമ്മളൊക്കെ ശുപാർശ പറയേണ്ട ഇമാമിങ്ങളെ മുഴുവനും പ്രതിപക്ഷത്ത് നിർത്തുന്ന രോഗം വലിയ രോഗമാണ്. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി. നല്ല കാര്യം കൽപ്പിക്കണം, ചീത്ത കാര്യം വിരോധിക്കണം, തെറ്റായ ആശയം തെറ്റാണെന്ന് തന്നെ പറയണം. അതുകൊണ്ടാ ഹബീബായ നബിതങ്ങൾ പുത്തനാശയത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോ പറഞ്ഞത് നമുക്കറിയാമല്ലോ. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ധാരാളം പുസ്തകങ്ങൾ എഴുതണം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ, സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ളവരുടെ ആശയപാപ്പരത്തം ചൂണ്ടിക്കാണിക്കാൻ. അത് കൈകണ്ടുള്ള സമരമാണ്, നിയമപരമായ സമരം. നിയമം കയ്യിലെടുക്കാൻ പാടില്ല, അതൊരു രാജ്യത്തും പാടില്ല. അത് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു നിയമമാണ്. ചിലരുണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, നിയമം കയ്യിലെടുത്ത് ഓരോരുത്തരും പോലീസാകുന്ന ഏർപ്പാട് അത് ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. അതിനെക്കുറിച്ചും ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. സ്വന്തം ബാപ്പയെ മക്കളെ മുന്നിൽ നിന്ന് കുത്തിക്കൊന്നു കളഞ്ഞാൽ പോലും ആ മക്കൾക്ക് പകരം കൊല്ലാൻ അധികാരം ഇസ്ലാം കൊടുത്തിട്ടില്ല. മറിച്ച് ആ മക്കൾ കോടതിയിലേക്ക് പോകണം, കോടതിയിൽ വെച്ച് വിചാരണ നടക്കണം, അവിടെ തെളിയിക്കണം, കോടതി വിധിക്കണം. അല്ലാതെ നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം അനുമതി നൽകിയിട്ടില്ല. ഫത്ഹുൽ മുഈൻ അടക്കം
അടക്കമുള്ള കിതാബുകളിൽ അത് വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, പണ്ഡിതന്മാരില്ലാത്ത കാലം വരുന്നു. എന്നിട്ടോ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, വിവരമില്ലാത്തവരെ നേതാക്കളാക്കുന്നു. സുഇലൂ ഫഅഫ്തൗ, അവർ ധാരാളം ഫത്വകൾ കൊടുക്കുന്നു. ഫളല്ലൂ ഫഅളല്ലൂ, അവർ സ്വയം പിഴക്കുന്നു, മറ്റുള്ള അനുയായികളെ പിഴപ്പിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തീവ്രവാദിയാകണ്ട, ഭീകരവാദിയാകണ്ട, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിന്ന് മുത്തഖിയായി മരിക്കാൻ നോക്കിക്കോ. ഇതുപോലെ വ്യാജ തരീഖത്തിലൊന്നും കുടുങ്ങിപ്പോകണ്ട. പടച്ച റബ്ബിന്റെ വിശ്വാസത്തിൽ തന്നെ ഒരുപാട് അബദ്ധമുള്ള ധാരാളം തരീഖത്തിന്റെ പേരിൽ നടക്കുന്നവരുണ്ട്. അത് തരീഖത്തല്ല. തരീഖത്തു വതരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖുയിദത് ബികിതാബി റബ്ബി വൽ ഹദീസി തസുലാ. ഖുർആൻ ഹദീസിനെതിരായ ഒരു തരീഖത്തും മഹാന്മാർക്കില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ തിരൂരിനടുത്ത് കൂട്ടായിയിൽ ഒരു പ്രസംഗം നടത്തി. എന്താ കാരണം? നിങ്ങളുടെ ഈ ഭാഗത്തുള്ളൊരു കുട്ടി സുബ്ഹാനല്ലാഹ്, അവൻ പിഴച്ചുപോയി. അങ്ങനെ പിഴച്ചിട്ട് അവൻ നൂറിശാ തരീഖത്തിലേക്ക് പോയി. പിന്നീട് അവൻ മുജാഹിദിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, എന്റെ പേരടക്കം വലിച്ചെഴുച്ചുകൊണ്ട് അവൻ സംസാരിക്കുന്നത് കേട്ടു. ഞാൻ കൂട്ടായിൽ പോയി അന്ന് പ്രസംഗിച്ചു. ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസംഗം കിട്ടും, യൂട്യൂബിൽ തെരഞ്ഞാൽ കിട്ടിയേക്കും. അതിൽ ഞാൻ നൂറിശാ തരീഖത്തുകാരുടെ പച്ച മലയാളത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ച് അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ അവർക്കുള്ള പിഴവുകൾ വിവരിക്കുന്നുണ്ട്. ഇമാം ബൈഹഖി തങ്ങളടക്കമുള്ള പണ്ഡിതന്മാരെ കിതാബുകൾ ഉദ്ധരിച്ച് വിവരിക്കുന്നുണ്ട്. നൂറിശാ തരീഖത്തിലും പെട്ടുപോകണ്ട, അതുപോലുള്ള ഒരു തരീഖത്തിലും പെട്ടുപോകണ്ട. തരീഖത്തുണ്ട്. ഏതാ തരീഖത്ത്? ഖാദിരിയ തരീഖത്തുണ്ട്. അത് നൂറിശാ തരീഖത്തല്ല. ഖാദിരിയ തരീഖത്ത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ തരീഖത്താണ്. അതവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ വിവരിച്ചിട്ടുണ്ട്, അവിടുത്തെ ഉന്യത്തിൽ വിവരിച്ചിട്ടുണ്ട്, അവിടുത്തെ ഫുതൂൽ ഗൈബിൽ വിവരിച്ചിട്ടുണ്ട്, അവിടുത്തെ അസ്റാറിൽ സിറുൽ അസ്റാറിൽ വിവരിച്ചിട്ടുണ്ട്, അവിടുത്തെ കിതാബുകളിൽ വിവരിച്ചിട്ടുണ്ട്. അതിനെതിരായ ഒരു തരീഖത്ത് ആരും ഇവിടെ കൊണ്ടുവന്ന് ഖാദിരിയ തരീഖത്താണെന്ന് പറയണ്ട. ഇരിക്കട്ടെ, അതുപോലെ മഹാന്മാരുടെ വഴിയുണ്ട്. മഹാന്മാരെ വഴി പിന്തുടർന്നുകൊണ്ടാണ് ജീവിക്കേണ്ടത്, ഏതെങ്കിലും വ്യാജ തരീഖത്തുകളെ പിന്തുടർന്നുകൊണ്ടല്ല. സുഹൃത്തുക്കളെ, വളരെ നന്നായി ശ്രദ്ധിക്കണം. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്. പടച്ചവന്റെ അതിരുവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കണം. അതിരുവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കണം, ലംഘിക്കാൻ പാടില്ല. സ്വന്തം ഭാര്യയെ ചീത്ത വിളിക്കരുത്, സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കരുത്, അയൽവാസികളെ ശല്യം ചെയ്യരുത്, കുടുംബ ബന്ധം മുറിക്കരുത്, ബാപ്പ ഉമ്മയെ അവഗണിക്കരുത്, മക്കളോട് വിവേചനം കാണിക്കരുത്. അതേ പ്രായമുള്ളവരെ ആദരിക്കുക തന്നെ വേണം, കുട്ടികളോട് കാരുണ്യം കാണിക്കുക തന്നെ വേണം. അല്ലാഹുവിന്റെ അതിരുവരമ്പുകൾ, ആ അതിരുവരമ്പുകൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം. ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കണം, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. അതിരുവരമ്പ് ലംഘിക്കരുത്. എയർപോർട്ടിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന 2 മീറ്റർ അകലം, 2 മീറ്റർ അകലം, എല്ലാവരും മാസ്ക് ധരിക്കണം. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴും ഇങ്ങനെ പറയാണ്, എന്തിനിത്ര 2 മീറ്റർ അകലം നിൽക്കണം? സുബ്ഹാനല്ലാഹ്, കൊറോണ പേടിച്ചിട്ടാണ്. തൊട്ടടുത്തുള്ളക്ക് കൊറോണ ഉണ്ടോ? ഇല്ല. പിന്നെ ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ്. ഇത്ര ദൂരെ നിൽക്കണമല്ലേ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ. എന്നാൽ പറയട്ടെ, ശരീരം കൊറോണ പിടിച്ച് മരിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുസീബത്തുകളിൽ നിന്ന് കാക്കട്ടെ. പക്ഷെ മരിച്ചവർ അതാ മോശക്കാരാണെന്ന് തിരിക്കാൻ പറ്റുമോ? അവർക്ക് ഷഹീദിന്റെ കൂലിയല്ലേ.
അതേ, എന്ത് വന്നാലും മരിക്കുകയല്ലേ, മരിച്ചാൽ ഷഹീദിന്റെ കൂലിയല്ലേ, ക്ഷമിച്ചാലും വലിയ പ്രതിഫലമല്ലേ. എന്നാൽ ഞാൻ പറയട്ടെ, ശരീരത്തിന്റെ രോഗം ഇത്ര ഭയപ്പെട്ട് അകന്നു നിൽക്കുന്ന നിങ്ങൾ എന്തേ ഈമാനിന് രോഗം പിടിക്കുന്നത് ഭയപ്പെട്ടോ? ഈമാൻ കേടുവരുന്നത് ഭയപ്പെട്ട് യുക്തിവാദിയുടെ ഒരു വാട്സപ്പിലോ ഒരു ഫോണിലോ ഒരു ഓൺലൈനിലോ ഒരു ഓഫ്ലൈനിലോ അള്ളാനെ നിഷേധിക്കുന്നവന്റെ, അള്ളാന്റെ ദീനിനെ ചോദ്യം ചെയ്യുന്നവന്റെ, അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കുന്നവന്റെ, ദീനിനെ പരിഹസിക്കുന്നവന്റെ ഒരു വാക്ക് പോലും ഞാൻ കേൾക്കൂല, അവന്റെ സദസ്സിലിരിക്കൂല. ഇതുപോലെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവുകൾ സംഭവിച്ചുവെന്നും അള്ളാഹു നബിയെ ആക്ഷേപിച്ചുവെന്നും മുജാഹിദ് വിശ്വസിക്കുന്നുണ്ടല്ലോ. 2010 ജൂലൈയിൽ അവരുടെ മുഖപത്രമായ അൽമനാറിലുണ്ടല്ലോ, റസൂലുള്ളാഹിനെ നിന്ദിക്കുന്നവരുടെ സദസ്സില്, അവരുടെ ഓഫീസില്, അവരുണ്ടാക്കിയ കെട്ടിടത്തിന് പള്ളി എന്ന് പേര് പറഞ്ഞാലും ആ കെട്ടിടത്തില് അതുപോലെ തന്നെ നബിതങ്ങളുടെ ശരീരം മണ്ണെന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് മടിയില്ലാതെ 1987 പ്രബോധനത്തിൽ എഴുതിയ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ, അള്ളാഹുവിനെ കയ്യും കാലുമുണ്ടെന്ന് വിധിച്ച മുജാഹിദ്, അതുപോലെ അവരൊന്നും കുഴപ്പമില്ല, സുന്നി തന്നെ ആകണമെന്നില്ല, എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഈ തെറ്റിന് മുഴുവനും അംഗീകാരം നൽകുന്ന ഏതൊക്കെ കക്ഷികളുണ്ടോ അത്തരം കക്ഷികളുടെ സമീപത്തിരിക്കാൻ പറ്റുമോ? ഖുർആൻ പറയുന്നു ഫഅരിദു അൻഹും, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഇത്തരം സർവകക്ഷികളിൽ നിന്നും നീ തിരിഞ്ഞു കളയണേ. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി, അവരാ ഏർപ്പാട് നിർത്തുന്നത് വരെ നീ അവരുമായി അടുക്കണ്ട. ഇനി ഒരു പക്ഷേ നിനക്ക് ബോധമില്ലാതെ ചിന്തയില്ലാതെ ശൈത്താൻ നിന്നെ മറപ്പിച്ചിട്ട് നീ അവരുടെ സദസ്സാണെന്നത് ഓർമ്മിക്കാതെ, അവരുടെ സ്ഥാപനമാണെന്നത് ഓർമ്മിക്കാതെ, അവരുടെ വാക്കുകളാണെന്നത് ഓർമ്മിക്കാതെ നീ പെട്ടുപോയോ? വൈമായുസിയന്നക ശൈത്താനു ഫലാ തഖഉദ് ബഅദ ദിക്റാ, ഓർമ്മയായതിനു ശേഷം ഇരിക്കണ്ട. ഓർമ്മിപ്പിച്ചു കൊടുക്കൂ നബിയേ, മോമിനീങ്ങൾക്ക് ഉപകരിക്കും. ഇതൊരു ഓർമ്മിപ്പിക്കലാണ്. പാവപ്പെട്ടവർ അല്ലാഹുവിന്റെ കോടതിയിൽ വരും, നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ വരും. നമ്മളാരും അവിടെ വലിയവരല്ല, റബ്ബിന്റെ പാവപ്പെട്ട അടിമകളാണ്. എടോ, നീ വന്നു, അതേ അവിടെ കൊല്ലത്ത് പോയില്ലേ, അവിടെ പള്ളിമുക്കിൽ പ്രസംഗിച്ചില്ലേ, നീ പഠിച്ച് മനസ്സിലാക്കിയ കാര്യം നീ എന്തേ തുറന്ന് പറയാതിരുന്നത്? ആരെ തൃപ്തിപ്പെടുത്താനാണെന്ന് ചോദിച്ചാൽ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് മറുപടി ഉണ്ടാകൂലല്ലോ. അതുകൊണ്ട് തുറന്ന് പറഞ്ഞതാണ് അല്പം ചില കാര്യങ്ങൾ. ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. എന്തുകൊണ്ടാണ് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റാത്തതെന്ന് ഖുർആൻ പറയാണ്. അവര് ക്രമം തെറ്റിയവരാണ്, പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ല, വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചില്ല, പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചില്ല. അവർ ക്രമം തെറ്റി പ്രവർത്തിച്ചവരാണ്. അതിനല്ലേ അക്രമം എന്ന് പറയുന്നത്. അങ്ങനെ ക്രമം തെറ്റി പ്രവർത്തിച്ചവരാണ്. അവരെ കൂടെ ഇരുന്നുകൂടാ. ഇതിനെക്കുറിച്ച് നല്ല ബോധം മുസ്ലിം ഉമ്മത്തിനുണ്ടാകണമെന്നുണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് നല്ല ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ വരണം. അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആ കിജാമത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഈമാനും എത്തിത്തരണേ അല്ലാഹ്.